സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ 149ാമത് ജയന്തി ആഘോഷം 2026 ജനുവരി 1-2 തീയതികളിൽ പെരുന്ന മന്നം നഗറിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു. 1-ാം തീയതി രാവിലെ ഭക്തി ഗാനാലാപനവും മന്നം സമാധിയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനവും നടന്നു. NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സ്വാഗതവും വിശദീകരണവും നടത്തി. NSS പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. NSS സെക്രട്ടറി ശ്രീ ഹരികുമാർ കോഴിക്കൽ കൃതജ്ഞത അറിയിച്ചു. 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ശ്രീ കുന്നക്കൊടി ബാലമുരളീകൃഷ്ണയും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. വൈകുന്നേരം സിനിമാ ആർട്ടിസ്റ്റ് ശ്രീമതി ആശാ ശരത്തും സംഘവും അവതരിപ്പിച്ച നൃത്തസന്ധ്യ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. രാത്രി കഥകളി, കഥ 1 നളചരിതം, 4-ാം ദിവസം കഥ 2 നിഴൽക്കൂത്ത് എന്നിവ വേദിയിൽ അവതരിപ്പിച്ചു. ഡോക്ടർ സദനം നാരായണൻകുട്ടി, കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം വിജയകുമാർ തുടങ്ങിയ നിരവധി കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. 2-ാം തീയതി വെള്ളിയാഴ്ച മന്നം ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി ജന്മദിന പരിപാടികൾ അരങ്ങേറുകയുണ്ടായി. ഭക്തിഗാനാലാപനവും മന്നം സമാധിയിൽ പുഷ്പാർച്ചനയും രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. തുടർന്ന് വെട്ടിക്കവല KN ശശികുമാറും സംഘവും അവതരിപ്പിച്ച നാദസ്വര കച്ചേരി വേദിയിൽ അരങ്ങേറുകയുണ്ടായി. തുടർന്ന് നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിച്ച സാന്ദ്രാനന്ദലയം ഭക്തിഗാനാലാപനം നിറഞ്ഞ സദസ്സിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് മന്നം ജയന്തി സമ്മേളനം 11 മണിക്ക് ആരംഭിച്ചു. NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സ്വാഗതവും NSS പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷതയും വഹിച്ച ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറും ആയ ഡോക്ടർ സിറിയക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലുങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻ പിള്ള കൃതജ്ഞത രേഖപ്പെടുത്തി. 2 ദിവസം നീണ്ടുനിന്ന 149ാമത് മന്നം ജയന്തി ആഘോഷത്തിൻ്റെ 10,000കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടികളിൽ 2 ദിവസവും വിഭവസമൃദ്ധമായ സദ്യയും നൽകി.